ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവനും പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളാണ്. എഴുതാൻ റെഡിയാണോ? എങ്കിൽ വേഗം വായോ. എഴുതട്ടെ ഞാന്. ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? കായായിരുന്നല്ലേ? നോക്കിയിരിക്കണേ. കാ. കാ വെച്ചിട്ടുള്ള വാക്കുകൾ കൂട്ടുകാർക്ക് അറിയാവോ? പറയൂ ഓരോന്നായിട്ട്. കപ്പൽ. കപ്പൽ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ശ്രദ്ധിച്ചിരിക്കണേ. കാ. കാ എഴുതിയിട്ട് അടുത്ത അക്ഷരം എന്താണ്? ഇപ്പ. നോക്കിയിരിക്കേ. ഇപ്പ. അടുത്ത അക്ഷരം എന്താണ്? ഇൽ. എങ്ങനെ ഇത് വായിക്കുക? നോക്കിയിരുന്നേ. കാ, ഇപ്പ, ഇൽ. കാ വെച്ചിട്ടുള്ള ഒരു വാക്കാണല്ലേ കപ്പൽ. അടുത്ത വാക്ക് അറിയോ കൂട്ടുകാർക്ക്? എന്താണ്? കുട. കുട. അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. കാ എഴുതിയിട്ട് എന്താ ചെയ്യാ? ഊവിന്റെ ചിഹ്നം ഇടണം അല്ലേ? കൂ ഡാ. കൂട്ടി വായിച്ചേ. കുട. ആദ്യത്തെ എന്താ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? കപ്പൽ. രണ്ടാമത്തെ എന്താണ്? കുട. അടുത്തൊരു വാക്ക് പറയാവോ? എന്താണ്? കാ വെച്ചിട്ട് കടല. കടല എന്ന് എഴുതാൻ അറിയാവോ? കാ എഴുതിയിട്ട് എന്താ ചെയ്യാ? അടുത്ത അക്ഷരം എന്താണ്? ഡാ. കാ ഡാ ലാ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങളാണല്ലേ? കാ ഡാ ലാ. അപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? എത്ര വാക്കുകൾ പഠിച്ചു കാ വെച്ചിട്ടുള്ളത്? കപ്പല്, കുട, കടല. ഒന്നുകൂടെ വായിക്കാം. ഓക്കെ അല്ലേ? അടുത്ത വാക്ക് എന്താന്ന് അറിയോ കൂട്ടുകാർക്ക്? ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാം. കടൽ. നോക്കാട്ടോ ഇങ്ങനെ എഴുതുന്നേന്ന്. കാ ഡാ ഇൽ. കടൽ. ഈ ഒരു അക്ഷരം മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? എന്തൊക്കെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? കപ്പൽ, കുട, കടല, കടൽ. അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കിയിരുന്നോ. കാ, ഇപ്പ, ഇൽ. കൂട്ടി വായിച്ചേ. കപ്പൽ. അടുത്ത വാക്ക് എന്താണ്? കാ. ഇതെന്ത് ചിഹ്നാണിത്? തൂവിന്റെ ചിഹ്നാണല്ലേ? കു ഡ. കൂട്ടി വായിച്ചേ. കുട. അടുത്ത എന്താടാ? കാ ഡാ ല. കടല. കൂട്ടി വായിച്ചേ ഒന്ന്. കടല. അടുത്ത വാക്ക് എന്താണ്? ഇത് രണ്ടും സെയിം ആണ്. ഈ ലെറ്റേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? ലായും ഇല്ലും. ഇതെന്താ വായിക്കുക? കടല. ഇതെങ്ങനെ വായിക്കുക? കടൽ. അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അടുത്തൊരു വാക്ക് അറിയാവോ കാ വെച്ചിട്ടുള്ളത്? കപ്പൽ എഴുതി. കുട, കടല, കടല്. ഇനി എന്താ? കൂട്ടുകാർ തന്നെ പറയേ. കല്ല്. എഴുതാം നമുക്ക്. എങ്ങനെ എഴുതുന്നേ? കാ എഴുതിയിട്ട് ലാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം ഇടും അല്ലേ? അപ്പൊ എന്താ വായിക്കുക? ഇല്ല. ഇല്ലാന്ന് എഴുതിയിട്ട് മേലിൽ ഇങ്ങനെ ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? കല്ല്. ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. കാ വെച്ചിട്ടുള്ള 5 വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കിയേ. കാ, ഇപ്പ, ഇൽ. എങ്ങനെ വായിക്കുന്നേ? കപ്പൽ. അടുത്ത എന്താണ്? കാ, ഊട ചിഹ്നം, കൂ ഡ. എങ്ങനെ വായിക്കുന്നേ? കുട. അടുത്ത എന്താണ്? കാ ഡാ ല. എങ്ങനെ വായിക്കും? കടല. അടുത്ത എന്താണ്? കാ ഡാ ഇൽ. ഈ 2 അക്ഷരങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ? കടൽ. അടുത്ത അക്ഷരം എന്താ നമ്മൾ എഴുതിയിട്ടുള്ളത്? കാ ഇല്ല. മേലിൽ ചന്ദ്രക്കല ഇടുന്നുണ്ട്. കല്ല്. ഓക്കെ അല്ലേ? 2 ലൈൻ ബുക്ക് എടുത്തിട്ടൊന്ന് വേഗം എഴുതിയെടുത്തേ. എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാലോ.
അപ്പോ കാ വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചല്ലേ. അടുത്ത അക്ഷരം എന്താണ്? ഒന്ന് പറഞ്ഞേ. ഖായാണ്. ഖാ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതിയാലോ? നോക്കിയിരിക്കണേ. ഖാ എങ്ങനെയായിരുന്നു എഴുതിയത്? ഓർക്കുന്നുണ്ടോ? ഖാ. ഖാ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം നമുക്ക്. നോക്കിയിരിക്കണേ. ഖാ, നാ, നാ, എങ്ങനെ വായിക്കുക? ഖനനം. എങ്ങനെ വായിക്കുക? ഖാ, നാ, നാ, ഖനനം. അടുത്ത വാക്ക് എന്താണ്? നോക്കിയിരിക്കണേ. മാ, ഉ, ഖാ, മുഖം. എങ്ങനെ വായിക്കുക? മുഖം. ആദ്യം ഖാ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ആ അക്ഷരത്തില്, ആ വാക്കില് ഖാ വരുന്നുണ്ട് അല്ലേ? എവിടായിട്ടാ ഖാ വന്നിരിക്കുന്നേ? ദാ ഇവിടെയല്ലേ? അടുത്ത അക്ഷരം, അടുത്ത വാക്ക് നോക്കാം നമുക്ക്. ശം, ഖ. എങ്ങനെ വായിക്കുക? ഷാ, ഖാ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെ വായിക്കുന്നേ? ശംഖ്. ഇതിലെവിടാ ഖാ വരുന്നേ? ദാ ഇവിടെ അല്ലേ? അടുത്ത വാക്ക് നോക്കാം. നാ, ഖാ, എങ്ങനെ വായിക്കുന്നേ? നഖം. ഇതിലെവിടാടാ ഖാ വരുന്നേ? ദാ ഇവിടെ ആയിട്ടാണല്ലേ? ഇനി അടുത്തൊരു വാക്കുകൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് 5 വാക്കായിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇപ്പൊ എത്ര വാക്കുകൾ പഠിച്ചു? 2, 4 എണ്ണം. ഒരെണ്ണം കൂടി എഴുതാം നമുക്ക്. എന്തക്ഷരാണ്? സ, ഉ, ഖ, എങ്ങനെ വായിക്കുന്നേ? സുഖം. സു, ഖ, ആദ്യം തൊട്ട് വായിക്കാം നമുക്ക് ഓരോരോ വാക്കുകളായിട്ട്. ഇതിലെവിടാ ഖാ വരുന്നേ? ദാ ഇവിടെ ആണല്ലേ? നോക്കിക്കേ. ഖാ വെച്ചിട്ടുള്ള 5 വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കിയിരുന്നോട്ടോ. ഖാ, നാ, നാ, എങ്ങനെയാ കൂട്ടി വായിക്കുന്നേ? ഖനനം. ഒന്നുകൂടെ വായിക്കട്ടെ. ഖാ, നാ, നാ, ഒന്ന് വായിച്ചേ. ഖനനം. അടുത്ത അക്ഷരം എന്താണ്? മുഖം. ശ്രദ്ധിച്ചിരിക്കണേ. മാ എഴുതി ഊടെ കുനിപ്പിട്ടിട്ട് ഖാ എഴുതിയിട്ട് അമ്മിന്റെ ചിഹ്നം ഇടുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ വായിക്കുന്നേ? മുഖം. എങ്ങനെ വായിക്കുന്നേ? മുഖം. എങ്ങനെയാണ്? മാ എഴുതി കുനിപ്പിട്ട് ഖാ എഴുതി അമ്മിന്റെ ചിഹ്നം ഇടുന്നുണ്ടല്ലേ? എങ്ങനെ വായിക്കും? മുഖം. അടുത്തത് എന്താണ്? ശംഖ്. അതെങ്ങനെ എഴുതിയിരിക്കുന്നേ? ഷാ എഴുതി അമ്മിന്റെ ചിഹ്നം ഇട്ടിട്ട് ഖാ എഴുതി മേളിൽ ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെ വായിക്കും? ശംഖ്. ശംഖ് അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്ത എന്താണ്? നാ, ഖാ, എങ്ങനെ വായിക്കുന്നേ? നഖം. കൂട്ടി വായിച്ചേ കൂട്ടുകാരെന്ന്. നഖം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ. അടുത്ത അക്ഷരം എന്താണ്? ക, ഖ, ഗായാണല്ലേ? ഗാ വെച്ചിട്ടുള്ള വാക്കുകൾ അറിയാവോ? എഴുതാം നമുക്ക്. ഗാ വെച്ചിട്ട് ഗ, ദ. എന്താണ്? ഗ, ദ. ഗദ. അടുത്ത വാക്ക് എഴുതാം നമുക്ക്. ഗ, ര, രു, ഡ, ഇൻ. ഗരുഡൻ. അടുത്ത വാക്ക് എന്താണ്? ഗ, ഗ. ഗംഗ. അടുത്തൊരു വാക്ക് എഴുതാം. ഗ, ന, പ, തി.
ഗണപതി. 4 വാക്കുകളായല്ലേ? ഒരെണ്ണം കൂടെ എഴുതണ്ടേ നമുക്ക്? ഗ ന എങ്ങനെ വായിക്കുന്നേ? ഗാനം. ആദ്യം തൊട്ട് നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ അക്ഷരം എന്താണ്? ഗ. ഗായുടെ കൂട്ടത്തിൽ ഇത് എന്ത് അക്ഷരാണിത്? ദാ. നമ്മൾ പഠിച്ചല്ലേ വ്യഞ്ജനാക്ഷരങ്ങളില്? ഗദ. എങ്ങനെ വായിക്കുന്നേ? ഗദ. അടുത്ത എന്താണ്? ഗ രാ ഊട ചിഹ്നം ഡ ഇൻ. കൂട്ടി വായിച്ചേ. കൂട്ടി വായിക്കാൻ പറ്റുന്നുണ്ടോ? ഗരുഡൻ. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ഗ രാ ഊട ചിഹ്നം ഡ ഇൻ. ഗരുഡൻ. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഗ അമ്മിന്റെ ചിഹ്നം ഗ. ഗംഗ. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അല്ലേ? സെന്ററിൽ ഒരു വട്ടപൂജ്യം മാത്രം ഇട്ടാൽ മതി. അടുത്ത എന്താണ്? ഗ ന പ ത എഴുതി ഈട ചിഹ്നം ഗണപതി. വായിച്ചേ. ഗണപതി. ഗ ന പ ത എഴുതി ഈട ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഗണപതി. അടുത്ത എന്താണ്? ഗ എഴുതിയിട്ട് ദീർഘ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? ഗ എഴുതി ദീർഘ ഇട്ട് കൊടുത്തിട്ട് ന എഴുതി വരയ്ക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? ഗാനം. ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്, 2 ലൈൻ ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കുന്ന. ഗ എഴുതിയിട്ട് ഗായുടെ വാക്കുകളാണ് ഇത്രയും 5 എണ്ണം അല്ലേ? ഗ. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഒന്ന് എഴുതിയെടുക്ക്. എഴുതിയോ? എല്ലാവരും എഴുതിയോ? വായിക്കാം ഒന്നുകൂടി. എന്താക്ഷരാടാ ഇത്? ഗ ദ. എങ്ങനെ വായിക്കുന്നേ? ഗദ. അടുത്ത എന്താണ്? ഗ രു ഡ ഇൻ. എങ്ങനെ വായിക്കുന്നേ? ഗരുഡൻ. അടുത്ത എന്താണ്? ഗ ഗ ഗംഗ. ഗംഗ. അടുത്ത എന്താണ്? ഗ ന പ ത ഈടവള്ളി ഗണപതി. വായിച്ചേ. ഗണപതി. അടുത്ത എന്താണ്? ഗാനം. ഗ ന ഗാനം. ഒന്നുകൂടെ വായിക്കാം. ഗ ദ ഗദ. ഗ രു ഡ ഇൻ. ഗരുഡൻ. അടുത്ത എന്താടാ? ഗ ഗ ഗംഗ. ഗണപതി. ഗാനം. ഓക്കെ അല്ലേ? 5 വാക്കുകൾ പഠിച്ചല്ലേ? നമ്മൾ കാ വെച്ചിട്ടുള്ള 5 വാക്കുകൾ പഠിച്ചു. ഖ വെച്ചിട്ടുള്ളത് പഠിച്ചു. ഗ വെച്ചിട്ടുള്ളത് പഠിച്ചു. അടുത്ത അക്ഷരം വെച്ചിട്ട് നോക്കാം നമുക്ക്. ക ഖ ഗ ഇഖ. ഇഖ വെച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഇനി എഴുതാൻ പഠിക്കുന്നത്. കൂട്ടുകാർ ഇത് 3 എണ്ണം ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയെടുത്തില്ലേ? അടുത്ത എഴുതാം നമുക്ക്. റെഡിയാണോ? അടുത്ത എന്തക്ഷരാണ്? ഖ. ഖ വെച്ചിട്ടുള്ള വാക്കുകളും കൂടെ എഴുതാം കേട്ടോ. ഇത് തുടക്കട്ടെ. ഖ വെച്ചിട്ട് എഴുതാം നമുക്ക്. റെഡിയല്ലേ? അപ്പൊ നോക്കിയിരിക്കണേ. ഖ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഈ വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓർക്കണുണ്ടോ? ഖ ഡ ഈ ക ര കൂട്ടി വായിക്കണ എങ്ങനെയാ? ഘടികാരം. അടുത്തൊരു വാക്ക് പറഞ്ഞേ. ഖ വെച്ചിട്ടുള്ളത്. ആഘോഷം. എഴുതാം നമുക്ക്. ആ ഖോ ഖോ ഷ ഇങ്ങനെ വായിക്കുന്നേ. ആഘോഷം. അടുത്തൊരു വാക്ക് പറയാവോ? അറിയാവോ? മേഘം. മേ ഘ മേഘം. അടുത്ത വാക്ക് എന്താണ്? സംഘം. സ ഘ സംഘം. സംഘം എന്ന് വായിക്കും അല്ലേ? അടുത്തൊരു വാക്കും കൂടെ നമുക്ക് എഴുതാം. ഘോഷയാത്ര.
നോക്കിയിരിക്കണേ. ഖോ ഷ യാത്ര. ഇതെല്ലാം വലിയ വാക്കുകളാണല്ലേ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളേ. നോക്കിയിരിക്കണേ. അപ്പോ ഖ വെച്ചിട്ടുള്ള എത്ര വാക്കുകളാണ് നമ്മൾ എഴുതിയത്? ഘടികാരം, ആഘോഷം, മേഘം, സംഘം, ഘോഷയാത്ര. ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോരോ വാക്കുകൾ വെച്ചിട്ട് വായിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിക്കോ. എന്തക്ഷരാണിത്? ഖ. ഖ, ഡ, ഈടവള്ളി, ക, ദീർഘം, രാ എഴുതി അമ്മിടുന്നുണ്ട്. എങ്ങനെ വായിക്കുന്നേ? ഖ, ഘടി, കാരം. ഖ, ഡ എഴുതി ഈടവള്ളി ഇടുന്നുണ്ട്. ക എഴുതി ദീർഘ ഇട്ട് രാ എഴുതി അമ്മിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വായിക്കുന്നേ? ഘടികാരം. അടുത്ത വാക്ക് എന്താണ്? ആ. ഇതെന്താണ്? ഓയുടെ ചിഹ്നാണല്ലേ ഇത്. ആ ഖോ. ഖോ എന്ന് എഴുതാനായിട്ട് ഈ ഖായാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഖാ എവിടെ വരുന്നത്? ഇവിടെ. ആ ഖോ. ഖോ എന്ന് വായിക്കുന്നത് എങ്ങനെയാ? ഈ ചുറ്റിക്കെട്ടും ദീർഘവും കൂടെ ഇടുമ്പോഴത്തേക്കും എങ്ങനെ വായിക്കും? ഖോ. അങ്ങനെ വായിക്കും അല്ലേ? ആ ഖോ. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിട്ടുള്ളത്? ഇതെന്താ അക്ഷരാണിത്? ഷ. ഷായുടെ കൂട്ടത്തില് അമ്മിടുമ്പോ എങ്ങനെ വായിക്കും? ഷം. കൂട്ടി വായിച്ചേ. ആഘോഷം. എങ്ങനെ വായിക്കുന്നേ? ആഘോഷം. ശരിയാണോ? ശ്രദ്ധിച്ചിരുന്നേ. ആ ഖോ ഷ അം. ആഘോഷം. അടുത്ത വാക്ക് എന്താ എഴുതിയിട്ടുള്ളത്? മേഘം. ഇതിലെവിടാ ഈ അക്ഷരം വരുന്നേ? ഇവിടെയാണല്ലേ. നോക്കിയിരുന്നേ. ഇവിടെ വരുന്നുണ്ടല്ലേ. എന്താണത്? ഖ. മേ. മേ മേ എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. മേ ഖ അം. എങ്ങനെ വായിക്കും? മേഘം. വായിച്ചേ. മേഘം. മേ എഴുതി ഖ എഴുതി അമ്മിന്റെ പൂജ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? മേഘം. അടുത്ത വാക്ക് എന്താണ്? സാ എഴുതി അമ്മിട്ട് കൊടുക്കുന്നുണ്ട്. ഖ എഴുതി വീണ്ടും ഒരു അമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? സംഘം. ഇവിടെയാണല്ലേ വരുന്നത് ഖ. ശ്രദ്ധിച്ചിരുന്നേ. എങ്ങനെ വായിക്കുന്നേ? സംഘം. എങ്ങനെ കൂട്ടി വായിക്കും? സംഘം. അടുത്ത വാക്ക് എന്താണ്? ഇതല്ലേ നമ്മൾ പഠിക്കുന്ന അക്ഷരം അല്ലേ? ഖ. ഖോ ഷ യാത്ര. എങ്ങനെ വായിക്കുന്നേ? ഘോഷയാത്ര. കൂട്ടി വായിച്ചേ. ഖോ ഷ യാത്ര. ഘോഷയാത്ര അല്ലേ? അപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു ഖ കൊണ്ടുള്ളത്? ഘടികാരം, ആഘോഷം, മേഘം, സംഘം, ഘോഷയാത്ര അല്ലേ? 5 വാക്കുകൾ പഠിച്ചല്ലേ? ഓക്കെ ആണോ? നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറ്റുമോ എല്ലാവർക്കും? പതിയെ ഒന്ന് എഴുതി നോക്കിക്കേ ശരിയാവണുണ്ടോന്ന്. അടുത്ത അക്ഷരം എന്താണ്? ങായാണല്ലേ. എഴുതാം നമുക്ക്. ങാ വെച്ചിട്ടുള്ള 5 വാക്കുകൾ ഇനി പഠിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ങാ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം. ശ്രദ്ധിച്ചിരിക്കണേ. എങ്ങനെ വായിക്കുന്നേ? മൂ മൂ ങ. മൂങ്ങ. മൂങ്ങ. ങ ഇവിടെ ആണല്ലേ വരുന്നത്. മൂങ്ങ. മൂങ്ങ. അടുത്ത എന്താണ്? മാ ങ. അടുത്ത വാക്ക് എന്താ നമ്മൾ എഴുതിയത്? മാങ്ങ. മാ എഴുതി ദീർഘ ഇട്ടിട്ട് ങ. മാങ്ങ അല്ലേ? അടുത്ത ഒരു അക്ഷരം, അടുത്തൊരു വാക്ക് നമുക്ക് എഴുതിയാലോ? നാ രാ ങ. എന്താണ്? നാരങ്ങ. ഇഷ്ടാണോ? നാരങ്ങ ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ? പുളിയൊക്കെ ഉണ്ടല്ലേ? നോക്കിക്കേ. എങ്ങനെ എഴുതുന്നേ? നാ രാ
ങ. ഇതിൽ രണ്ടിലും ഇവിടെ ആണല്ലേ ങ വരുന്നത്. അടുത്തൊരു വാക്ക് എന്താണ്? കൂട്ടുകാർക്ക് അറിയാവോ? പറയോ ഒന്ന്. മൂങ്ങ, മാങ്ങ, നാരങ്ങ, പിന്നെ എന്താ ങ വെച്ചിട്ട്? തേങ്ങ. 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 ഇപ്പൊ എത്ര വാക്കുകൾ എഴുതി നമ്മള്? 4 എണ്ണം എഴുതിയല്ലേ? ഒരെണ്ണം കൂടി പറയൂ. കവുങ്ങ്. ക വ വു ങ ങ്. കവുങ്ങ്. എന്താടാ? കവുങ്ങ്. നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കാം. 5 വാക്കുകളാണ്, 5 അക്ഷരങ്ങളാണ്, 5 വാക്കുകളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? എന്തൊക്കെയാണ്? മൂങ്ങ. എന്താണ്? മൂങ്ങ. അടുത്ത ഒന്ന് വായിച്ചേ. മാങ്ങ. മാങ്ങ. അടുത്ത എന്താണ്? നാരങ്ങ. നാരങ്ങ. അടുത്ത എന്താണ്? തേങ്ങ. തേങ്ങ. ഇതെന്താണ്? ലാസ്റ്റത്തെ എന്താണ്? കവുങ്ങ്. 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 പറയാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? ബുക്കിലേക്ക് എഴുതിയെടുക്കോ? വായിക്കണോ? 1-2 തവണ കൂടി വായിച്ചു തരാവേ. മൂങ്ങ. എങ്ങനെയാ കൂട്ടി വായിക്കുന്നേ? മൂങ്ങ. അടുത്ത എന്താണ്? മാങ്ങ. എങ്ങനെ കൂട്ടി വായിക്കുന്നേ? മാങ്ങ. അടുത്ത എന്താടാ? നാരങ്ങ. നാരങ്ങ അല്ലേ? അടുത്ത ഒരു അക്ഷരം നോക്കിക്കേ. എന്താണ്? തേങ്ങ. തേങ്ങ. ലാസ്റ്റത്തെ കൂടി പറയാം നമുക്ക്. കവുങ്ങ്. എന്താണ്? കവുങ്ങ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ കാ തൊട്ട് ങ വരെയുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ശ്രദ്ധിച്ചിരുന്നോ കൂട്ടുകാര്? പഠിച്ചോ? എല്ലാം എഴുതിയൊക്കെ എടുത്തോ? അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണണ്ടേ? അപ്പോൾ കൂട്ടുകാര് കാ തൊട്ട് ങ വരെ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകളെല്ലാം 2 ലൈൻ ബുക്കിൽ എഴുതിക്കൊണ്ട് വരണം. ഓക്കെ, ബൈ ബൈ, സീ യു.